Respected dignitaries, faculty members, of course the proud and happy parents, and the stars of the day, my dear students. I know today is not the journey of, it's a real milestone for your life. And a moment where your hard work transforms into responsibility and your dreams come into true and you are entering into the new world of optometry. We are stepping into the world that is changing faster, especially in technologies, AI, and these diagnostic procedures transform all the medical treatment facilities. And I just request you, you are the real backbone of accurate diagnosis and patient care, and of course, the helping hand for doctors. Once again, I'll tell you, the world is changing, and it's depending upon your attitude. You know all what is the really attitude. 100% of profession is called attitude. And willingness to learn, adapt, and to grow. Today's employees like me, Siddiq and Samira, we all expect the students from this field, they are not looking for your degree, certificate, qualifications. They are looking for your discipline, empathy, communication skill, and strong sense of responsibility towards your organization. At the same time, we should understand that challenges are faced by the employers also, like us. And once again, I'll tell you, to those who are young women here, because they are the 95% here, you are stronger than you think and more capable than you realize. And to balance your ambition and confidence, okay? Do not limit your dreams for any person, including your husband. Build your career and support your family, and most importantly, believe in yourself. Life is not about choosing between the career and the personal happiness. You can achieve both with clarity and courage. Once again, dear students, it's not, as you know, you should respect your parents, teachers, and of course your profession. Just now I'll convert into our other tongue. When I'm just entering here, I'll just make it because എല്ലാവരും മസിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ സ്പീച്ച് വേറൊരു രീതിയിലേക്കാണ് ഇന്ന് കൊണ്ടുപോകാൻ പോയത്. ആ സമയത്താണ് സിദ്ദീഖ് സാഹിബ് എന്നെ വിളിച്ചത് ഇന്ന് രാവിലെ. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് സത്യത്തിൽ ഞാൻ അയച്ചു കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. സെമിറ ഒരാഴ്ച മുന്നേ വന്നിട്ട് തന്നെ മകളുമായിട്ട് കണ്ണ് കാണിക്കാൻ വന്നപ്പോൾ എന്താണ് സാധാരണ ഇതിൻ്റെ ഒരു, കാരണം ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് അവർക്ക് ന്യൂ ആയിരിക്കും, പക്ഷേ ഇഷ്ടംപോലെ കൺവെക്കേഷൻ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് കയറി വരുന്ന സമയത്ത് അൻവർ എന്നോട് ചോദിച്ചു, സാർ എന്താ കടലാസ് എടുത്തത്, സാർക്ക് കടലാസ് സാധാരണ വേണ്ടല്ലോ എന്ന്. അതിന് ഉത്തരം ഞാൻ അൻവറിനോട് പറഞ്ഞില്ല, കാരണം തിരക്കായിരുന്നു. കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് കടലാസ് വേണം, കാരണം എനിക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിനേക്കാളും കൂടുതൽ ഒരു കോൺഫിഡൻറ്റ് ലെവലാണ് ഈ കടലാസ്. ഇത് ചിലപ്പോൾ നോക്കി വായിച്ചെന്ന് വരില്ല, പക്ഷേ ഈ കടലാസ് ഒരു കോൺഫിഡൻ്റാണ്. പണ്ട് കാലത്ത് AI ക്യാമറ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാ പ്രീ ഡിഗ്രിക്കും MBBSൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ എല്ലാ ടോപ്പിക്കും പഠിക്കും. ഇനി ഇവിടെയുള്ള കുട്ടികളൊക്കെ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, അതൊരു ബിറ്റായിട്ട് എഴുതി കൊണ്ടുപോകും. എന്നിട്ട് എവിടെയെങ്കിലും വെക്കും. അത് ഈ പറഞ്ഞ പോലെ ഇൻവിജിലേറ്ററോ അല്ലെങ്കിൽ സ്കോഡൊക്കെ വരും. സ്കോഡ് വരുന്നതൊക്കെ അറിയിക്കും. ഒരു ബിറ്റ് ഞാൻ എപ്പോഴും എഴുതിക്കും. എൻ്റെ എല്ലാ പരീക്ഷയ്ക്കും ഒരു ബിറ്റ് എൻ്റെ കോൺഫിഡൻ്റാണ്. ഇന്ന് വരെ ആ കോപ്പി അടിക്കുന്ന പേപ്പർ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അത് ഒരു പ്രാവശ്യം സ്ക്വാഡ് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ അത് വായിലിട്ടിട്ട് അത് ഇറക്കി, മഷിയോട് കൂടിയിട്ട് ഇറക്കി.
പക്ഷെ അതൊരു കോൺഫിഡൻ്റ് ആയിരുന്നു മകളുടെ. അതിന് ശേഷം ഏത് സ്പീച്ചിന് പോകുമ്പോഴും ഒരു കടലാസ് കയ്യിൽ വെക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. എനിക്കൊന്ന് പലരും അത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പലരും ചിരിക്കുന്നുണ്ട്. കാരണം നമുക്കതൊരു കോൺഫിഡൻറ്റ് ലെവലാണ്. ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ പഠിച്ചായിരുന്നു, ഒരു ചോദ്യം വരില്ല. ഇന്ന് വരെ ആ ബിറ്റ് ഓഫ് കോപ്പി നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഏജുള്ള പലരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നോട് അൻവർ പ്രത്യേകം ഇപ്രാവശ്യം പറഞ്ഞു. ഒന്ന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഒന്ന് പാരൻസിന് വേണ്ടിയിട്ടും മാത്രം പറഞ്ഞാൽ മതി. ബാക്കി പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന കൺവെക്കേഷൻ അഡ്രസ്സ് ചെയ്യാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ സംസാരിക്കും ഒപ്റ്റോമെട്രിനെ കുറിച്ചും മറ്റൊക്കെ തന്നെ. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, കലാലയ ജീവിതം നിങ്ങൾ ശരിക്ക് അടിച്ച് പൊളിക്കണം എന്നുള്ളതാണ്. കലാലയ ജീവിതം നിങ്ങൾക്ക് റെയറായിട്ട് നിങ്ങളെ ലൈഫിൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അത് നിങ്ങൾ അടിച്ചു പൊളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളൊരു ഏജ് ആകുമ്പോൾ, കുറേ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. ഈ അടിച്ചു പൊളിക്കുക എന്ന് പറയുമ്പോൾ സ്വയം മനസ്സിലാക്കുന്നത് സ്വയം നശിക്കാനല്ല. ഇന്നത്തെ കുട്ടികളുടെ അടിച്ചുപൊളി എന്ന് പറയുന്നത് സ്വയം നശിക്കുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ കലാലയ ജീവിതം പോകുന്നത്. ശരിക്കും ഫണ്ണ് വേണം, അതേപോലെ തന്നെ ഫ്രോളിക്ക എല്ലാം ആവണം. പക്ഷേ ഓൺലി തിങ് ദാറ്റ് ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ പ്രൊഫഷനിലും പഠിക്കുന്ന സമയത്തും നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും, ആരെയും സഹായിച്ചെങ്കിലെങ്കിൽ വേണ്ടില്ല, പക്ഷേ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം പലരും ചെയ്യുന്നത് ഇന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതി. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ചീത്ത പറയുന്നതല്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾക്കെതിരെ എന്തെങ്കിലും വന്നാൽ അത് ഫോർവേഡ് ചെയ്തുകൊണ്ട് അയാളെ ഉപദ്രവിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ. കാരണം കാലഘട്ടം മാറി, AI ടെക്നോളജി മാറി, അയാളെ രൂപം മാറി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അറിയുന്ന രാഷ്ട്രീയക്കാരുടെ മോർഫ് ചെയ്ത പിക്ചറൊക്കെ ഇങ്ങനെ നടക്കുന്ന കാലമാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ആരും ഉപദ്രവിക്കാതെ ഇരുന്ന് നിങ്ങൾ മാക്സിമം സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലേക്കാവണം. അത് നിങ്ങളുടെ സ്വയം നാശത്തിലേക്ക് വരാനും പാടില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ അധ്യാപകരെയും പ്രൊഫഷനെയും മറ്റൊക്കെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പോകുന്നത് ഫാമിലി ലൈഫിലേക്കാണ്. ആ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിനേക്കാളൊക്കെ എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് വരാൻ പോകുന്നത്. അത് കഴിയുമ്പോഴേക്കും മാരേജ്, കുട്ടികൾ, അത് കഴിഞ്ഞ് വീട്ടിലെ അവസരങ്ങളെ ഓരോ ഘട്ടം ഘട്ടമായി നിങ്ങൾ വിചാരിക്കേണ്ട ജീവിതത്തിലൊരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാക്കൽ നിങ്ങൾ യു ഹാവ് ടു മേക്ക് ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കിയാൽ മാത്രമേ സമാധാനം വരുള്ളൂ. അല്ലാതെ സമാധാനം വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മളുടെ ഇൻസൈഡിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാണ്ട് അത് നിങ്ങൾക്ക് വെറുതെ ഒരു കെട്ടിയിറക്കിയിട്ടോ വെറുതെ എന്തെങ്കിലും കുറേ ഉള്ളത് കൊണ്ടോ വീട് വലിയ സൗകര്യങ്ങളുണ്ടോ നിങ്ങൾക്കൊരു സമാധാനം വരണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വളരെ തെറ്റായ ഒരു ധാരണയാണ്. കുറേ പൈസ ഉള്ളതിൻ്റെ അടുത്തും വലിയ കാറുള്ളവർക്കും അവൻ ജീവിക്കുന്നത് സമാധാനത്തോട് കൂടിയിട്ടാണെന്ന് ആരെങ്കിലും ഈ നിമിഷം ഇവിടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവരെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നോടൊക്കെ ഡോക്ടർമാർ ഞാൻ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ നിങ്ങൾ ഇറങ്ങി സാമൂഹിക സേവനം നടത്തണമെന്ന്. ഞാൻ എല്ലാം തന്നെ റോങ് ആയിട്ടുള്ള മെസ്സേജ് ഞങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിക്കരുത്. സാമൂഹിക സേവനമൊക്കെ ചെയ്യണം, അത് നിർബന്ധമാണ്. ആദ്യം നമ്മുടെ വയറ്റിപ്പഴപ്പ് നമ്മൾ തീർക്കണം. നിങ്ങൾ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് രണ്ട് കാലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ശ്രമിക്കാതെ സാമൂഹിക സേവനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ മുതൽ എൻ്റെ ഹൗസ് കീപ്പിങ്ങിലുള്ള ഒരാൾ പോലും അവരന്നത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സാമൂഹിക സേവനത്തിന് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് നിൽക്കാൻ ചെയ്യുന്ന സാധ്യതയിലേക്ക് പോയതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുടുംബം നോക്കാൻ പറ്റുള്ളൂ. കുടുംബം നോക്കിക്കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പ്രോവർബാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകണം. അല്ലാണ്ട് ആദ്യം തന്നെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ നേരെ പോയിട്ട് സമൂഹത്തിൽ സേവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് സ്വയം നന്നാവുക, എന്നിട്ട് സ്വയം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. അതിന് ശേഷം നിങ്ങൾ കുടുംബക്കാരെ നോക്കുക, വീട്ടുകാരെ നോക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നാട്ടുകാരെ നോക്കുക. അല്ലാണ്ട് നിങ്ങളും നന്നാവില്ല, നാട്ടുകാരും നന്നാവില്ല, ആരും നന്നാവാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇതാണ് വേണ്ടത്. ഈ സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് ഏതൊരു ഇതും. കാരണം സിദ്ദീഖിനെ പോലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഏതൊരു ബിസിനസ്സും പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്.
അല്ലാണ്ട് നാട് നന്നാക്കാൻ വേണ്ടിയല്ല. ആ ബിസിനസ് പ്രോഫിറ്റിലേക്ക് ആവണമെങ്കിൽ നിങ്ങൾ അവരൊക്കെ ചെയ്യുന്ന കഠിനാധ്വാനം ബിഹൈൻഡ് ദ സ്ക്രീൻ കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഓപ്പറേഷൻ മാനേജർമാരും അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ എൻ്റർപ്രനേഴ്സും അവരൊക്കെ സഫർ ചെയ്യുന്ന സംഗതികൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊക്കെ വാസ്റ്റ് വൈഡായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി പരന്ന് കിടക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യയിലും കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് GCC കൺട്രിയിലും കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒപ്റ്റോമെട്രിസ്റ്റിനും MLTക്കും ഭയങ്കര ഓപ്ഷനാണ്. പക്ഷെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കാരണം ഇപ്പോൾ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. കാരണം ഇന്ന് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം ആ ജോബ് നേഴ്സസൊക്കെ ഇഷ്ടംപോലെ മലയാളി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ ജോബൊക്കെ തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് ഫിലിപ്പിനോസാണ്. ഈ ഫിലിപ്പിനോസ് ആളുകളാണ് ഏറ്റവും അധികം ജോബ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മൾ ചോദിച്ചോ, ഒരു റിസപ്ഷനിൽ പോയാൽ, ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഫിലിപ്പിനോസാണ് ഏറ്റവും കൂടുതൽ. അത് നമ്മൾ എന്താ നിങ്ങൾ ഫിലിപ്പിനോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് അവർ ഭയങ്കര പൊളൈറ്റാണ്, പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, സ്ലിമ്മാണ്, നല്ല വെള്ള കളർ ഡ്രസ്സ്, നമ്മളെ കറുത്തവരൊന്നും വെളുപ്പിക്കാൻ പറ്റില്ല, അതുണ്ട്. അതേപോലെ തന്നെ അവരെപ്പോഴും എന്ത് പറഞ്ഞാലും താങ്ക്സ് പറയും. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് കണ്ടു ഒരു OP കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവർ പറയും താങ്ക് യു സോ മച്ച് എന്ന് പറയും. നമ്മൾ മലയാളീസ്ക്ക് ആ സ്വഭാവം താങ്ക്സ് ഇല്ല. അമ്മയോടും സ്നേഹമില്ല, ടീച്ചർമാരോടും സ്നേഹമില്ല, നാട്ടിൽ നിന്ന് എന്ത് മേടിച്ചാലും താങ്ക്സ്. ഈ താങ്ക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കുന്ന നന്ദി, അല്ലെങ്കിൽ തമിഴന്മാർ പറയും വണക്കം താങ്ക്സ് യു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അപ്പോൾ നിങ്ങൾ ദുബായിലൊക്കെ പോയ ആളുകളോട് ചോദിച്ചാൽ മതി, ഫിലിപ്പിനോസ് ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ആ സംസാരവും അവരുടെ ആ ഒരു അട്രാക്ഷനും ഒരു ഇത് ചെയ്യുന്ന രീതിയിലും. അപ്പോൾ ഡെഫിനറ്റായിട്ടും വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കില്ലാത്തതും പേഴ്സണാലിറ്റിയാണ്. കാരണം പേഴ്സണാലിറ്റി വേണമെന്നുള്ളത് നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ ഹെയർ സ്റ്റൈല്, നിങ്ങളുടെ മേക്കപ്പുകൾ, ഇതൊക്കെ തന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പേഴ്സണാലിറ്റി. ആ ഒരു കാര്യം നമ്മളുടെ കോളേജിൽ നിന്നും സംഗതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നോളജ് ഉണ്ട്, പക്ഷേ നമ്മളുടെ സ്റ്റാഫുകൾക്ക് ടെക്നിക്കൽ സ്കില്ല് വളരെ കുറവാണ്. ഈ നോളജും സർട്ടിഫിക്കറ്റും ടെക്നിക്കൽ സ്കില്ലും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ് മലയാളിക്ക്. അവൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ടെക്നിക്കൽ സ്കില്ലിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ആ ഗ്യാപ്പ് എപ്പോഴും ഫില്ല് ചെയ്യണം ബൈ കണ്ടിന്യൂസ് ലേണിംഗ്, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ CME പോലുള്ള സംഗതികൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ദിസ് വേൾഡ് ഈസ് സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ്. ഏറ്റവും സർവൈവ് ചെയ്യുന്നത് ഏറ്റവും ഫിറ്റായിട്ടുള്ള ആളുകൾക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ പോലും നമുക്ക് വി ആർ വെരി പ്രൗഡ് ഇൻഡീഡ് ദാറ്റ് ഇവിടെ ഇന്ന് കോൺവെക്കേഷന് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന എല്ലാ കുട്ടികളും ഓരോ ആശുപത്രികളിലും അല്ലെങ്കിൽ ഓരോ ഇതിലും ഇന്ന് ജോലി ചെയ്യുന്ന, ഗൾഫ് കൺട്രീസിൽ വരെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇതിന് നമ്മൾ പറയുന്നൊരു വേർഡ് ഉണ്ട് വളരെ കോമൺ ആയിട്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കോഴ്സിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞാൽ വാട്ട് വി കോൾ ഇറ്റ് ആസ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്, ഫിനിഷിംഗ് സ്കൂൾ. ആ ഫിനിഷിംഗ് സ്കൂളിൻ്റെ ആ ഒരു ടേംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്കില്ലൊക്കെ 1.5 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വെരി 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 സൂൺ ദ റൈഹാൻ ആൾസോ വിൽ സ്റ്റാർട്ട് ദിസ് ഫിനിഷിംഗ് സ്കൂൾ കാരണം ഈ ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ നിർബന്ധമാണ് നമ്മളെ ഇനി വരുന്ന യങ് ജനറേഷന്. അതിൽ നമ്മൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും, ഒക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആ കുട്ടികളുടെ ലാംഗ്വേജ് സ്കില്ലും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അബ്രോഡിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിച്ചാൽ മതി, പ്രത്യേകിച്ച് ഈ യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ കൊണ്ടുപോകുന്നില്ല. ഈ ഒപ്റ്റോമെട്രി കഴിഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ കണ്ണാശുപത്രിയെക്കുറിച്ച് അറിയുന്ന ആരുമില്ല. കണ്ണിൻ്റെ റിസപ്ഷൻ മുതൽ അവസാനത്തെ സർജറി വരെ അറിയുന്ന കുട്ടികൾ നിങ്ങളാണ്. നിങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം എടുക്കേണ്ടത്, ഞാൻ ഡെൻറ്റിസ്റ്റിനോടും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞിരുന്നു, എടുക്കേണ്ട ഒരു സംഗതിയാണ് MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കണ്ണാശുപത്രി എന്നും നിങ്ങളാണ് ഭരിക്കേണ്ടത്. ഒരു സാധാരണ MBA വന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവരല്ല ഭരിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് MSCയും കഴിഞ്ഞ് MBAക്ക് പോകണം. MBA കോഴ്സിനൊക്കെ ചേരുന്നവരുടെ നമ്പർ വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഭയങ്കര കൂടുതലാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ആ ഒരു MBA കോഴ്സ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് അഡ്വൈസ് ചെയ്യാൻ ആവുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 2 കാലിൽ നിൽക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതിൽ ഏറ്റവും മിടുക്കന്മാരാണ് മലയാളി. എന്നും അഡ്വൈസ് കൊടുക്കുന്ന സ്വന്തം കാര്യത്തിൽ ആ ഒരു അഡ്വൈസ് പ്രാബല്യത്തിലാക്കാത്ത ആളുകളുമാണ് ഈ മലയാളി എന്ന് പറയുന്നത്.
നമ്മളെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒ പിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റിന് കൊടുക്കുന്ന ലേഡീസ് ഒപ്റ്റോമെട്രിസ്റ്റിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ്. ആരോട് ചോദിച്ചാലും എൻ്റെ എല്ലാ 3 മന്ത് കൂടുമ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ പറയുന്ന ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻറ്റിനോട് നല്ല രീതിയിൽ പെരുമാറുക, ചിരിച്ച് പെരുമാറുക. അവർ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് വരും. പക്ഷേ ആ കംപ്ലയിൻറ്റുകൾ പല സംഗതികളും അവർ പറയും. ചിലപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും. ആൻഡ് യുവർ പ്രൊഫഷൻ ഈസ് ദെയർ ടു അക്സെപ്റ്റ് ഓൾ ദാറ്റ് തിങ്. നിങ്ങളെ പ്രൊഫഷൻ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ ചീത്ത പറഞ്ഞെന്ന് വരും. കാരണം അവർക്കൊരു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും പൂർണ്ണമായിട്ട് കാഴ്ച കാണാത്തതൊക്കെ സെയിം തന്നെയാണ്. ആദ്യം വരുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്താണ്. ആ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ അവരെ കേൾക്കുക. യു ഷുഡ് ബി എ ഗുഡ് ലിസണർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവർക്ക് നല്ലത് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സുന്നത്തായ ഒരു കാര്യമുണ്ട്, ഒരു പുഞ്ചിരിയും. പണ്ടൊക്കെ ഞാൻ 30-32 വർഷം മുന്നേ ചിരിച്ചപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരുന്നവരൊക്കെ പറയും അത് സോപ്പിടാൻ വേണ്ടി ചിരിക്കുന്നതെന്ന്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞപ്പോഴും പേഷ്യൻ്റ് എന്നോട് വന്നിട്ട് ചോദിക്കും ഇപ്പോഴും സാറ് ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ ചിരിക്കും ഒരു കുഴപ്പം പറ്റിയില്ല. അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റ് വന്നിട്ട് പറയും സാർ അന്ന് ചബ്ബിയായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ മെലിഞ്ഞു, ഇപ്പോൾ എൻ്റെ മെയിൻ ഗോൾ ഇത് ഒഫ്താൽമോളജി ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഡയറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അതും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കും. ഡയറ്റ്, കാരണം ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ഇത് കുറച്ച് സാർ അന്ന് 30 വർഷം കാണുന്ന അതേ ഒന്ന് മെലിഞ്ഞു അതേ ലുക്ക് തന്നെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഈസ് ഒബ്സേർവിങ് ഈച്ച് ആൻഡ് എവരിത്തിങ്. നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല രീതിയിൽ പോകണം. അതിൻ്റെ കൂടെ ഇന്ന് കോവിഡിന് ശേഷമുള്ള മേക്കപ്പുകളൊക്കെ ഇടണം. എൻ്റെ ആശുപത്രിയിൽ ഒരു സെമീറ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ വന്നിരുന്നു. ആ ഡോക്ടർ വന്നതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എല്ലാ കുട്ടികളും എല്ലാ റൂമുകളും ഓട്ടിൽ തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ പാടയാണ്. ഓരോ കമ്പനിയുടെ ലിപ്സ്റ്റിക്ക് കാണാം. കാരണം ഇവർ പോകുന്നു, നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ അവർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇടാത്ത ഒരു കുട്ടീനെയും എൻ്റെ റൂമിലോ അല്ലെങ്കിൽ എൻ്റെ വാർഡിലോ ഒന്നും തന്നെ എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടുന്ന ആ ഒരു ട്രെൻഡിലേക്ക് മാറിയിരിക്കുന്നത്. അവസാനം അതുമാത്രമല്ല, 3-3.5 വയസ്സായിട്ടുള്ള കുട്ടികൾ വരെ ലിപ്സ്റ്റിക്ക് ചോദിച്ചാൽ മാത്രമേ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ കോൺഫിഡൻറ്റ് ലെവലിൽ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തന്നെ ചെയ്യണം ഇഫ് യു വാണ്ട് ടു ഇംപ്രസ് യുവർ പേഷ്യൻ്റ്. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, ലേഡീസ് സ്റ്റാഫിനോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒപ്റ്റോമെട്രി പരിശോധിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആണെങ്കിൽ, ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ മെൻ്റലിയോ ഫിസിക്കലി ഇറിറ്റേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാറി നിന്നിട്ട് വേറൊരാളോട് നോക്കാൻ വേണ്ടി പറയാൻ പറയും. ഇതിന് 2 റീസണാണ്. ബീങ് എ ഡോക്ടർ എനിക്കറിയാവുന്നതാണ്. മെൻ്റലി ആയിട്ട് അവർക്ക് ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. ഒന്ന് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഡിപ്രഷൻ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. 2 അവരെ ഫിസിക്കലായിട്ട് അവർക്ക് മെൻസ്ട്രൽ പീരിയഡും PCODയും എല്ലാ ലേഡീസിനും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അത് മനസ്സിലാക്കാൻ പുരുഷനും സാധിക്കണം, പക്ഷേ നമ്മുടെ പേഷ്യൻറ്റിന് സാധിക്കണമെന്നില്ല. അത്തരം ആളുകളോട് ഞാൻ പറയും മാറി നിൽക്കുക, എന്നിട്ട് ആക്റ്റീവായിട്ടുള്ള നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയും. ഇതേപോലത്തെ അവസരങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ എവിടെ സ്പീച്ചിന് പോകുമ്പോഴും ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഇതേപോലത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ബോയ്സൊക്കെ ഡ്രഗ്സിനൊക്കെ പോവുക. കാരണം അവർ ഡിപ്രഷനും ആങ്സൈറ്റിയും വരുമ്പോൾ പിന്നെ പോകുന്ന ഡ്രഗ്സിനാണ്. അതൊക്കെ എനിക്ക് പോകുന്ന റെസ്റ്റും സാറിനെ പോലുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് വേറെ ആയിരിക്കും, എന്നാൽ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തോളൂ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. കാരണം നമ്മളുടെ കുടുംബത്തെ നോക്കണം, അത് ഫുൾഫിൽ ചെയ്യണം. അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം. നിങ്ങൾ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുട്ടികളുണ്ടാവണം. കുട്ടികളുണ്ടാവുമ്പോൾ മാത്രമേ ആ സൈക്കിള് ഫുൾഫിൽ ചെയ്യുള്ളൂ. ആ കുട്ടികളെ നിങ്ങൾ നോക്കണം. പല പെണ്ണുങ്ങളും ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ പെൺകുട്ടികളുടെ ഒരു രീതി, 25% ആൾക്കാരും കല്യാണം കഴിക്കേണ്ട പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്നത്. അത് 2030 ആകുമ്പോഴേക്ക് 40% ആവും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലോ പോലെ. എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായമല്ല, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം, നിങ്ങൾ 100% കല്യാണം കഴിക്കണം. നിങ്ങൾ നിങ്ങളെ പാരൻസിൽ നിന്ന് കണ്ടോ, എൻ്റെ കുട്ടികൾ എൻ്റെ പാരൻസിൽ നിന്ന് കണ്ടോ, അതല്ല സത്യം. കാരണം ചിലപ്പോൾ അവിടെ ആണുങ്ങളുടെ ഡോമിനൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത് സത്യമല്ല. ആണുങ്ങളുടെ ഡോമിനൻസാണ് പല പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാനുള്ള മടിയെന്ന് പോലും ഇതിരിക്കുന്നത്. കാരണം അന്ന് പൗരുഷത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിരുന്നു സ്വന്തം ഭാര്യയെ നമ്മുടെ വീട്ടുകാരുടെ മുന്നിലും അതേപോലത്തെ സുഹൃത്തുക്കളുടെ മുന്നിൽ നിന്നൊക്കെ ചീത്ത പറയുക എന്നുള്ളത്. എന്നാൽ ആ ഭാര്യനെ തന്നെ നമുക്ക് ശരിക്കും അർഹതപ്പെട്ട കാണാൻ പറ്റുന്ന ആളുകളെ
അന്നൂർ എന്നൊക്കെ പറഞ്ഞ സൂറത്തിലൊക്കെ പറയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളുകളും നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചിട്ട് സൂറത്ത് അന്നൂറിലൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനൊന്ന് ആളുകളെ നിങ്ങളെ മക്കളെ മുന്നിൽ നിന്ന് ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അത് അശ്ലീലമായി, അല്ലാത്ത ശ്ലീലവുമായി. ഇതാണ് നമ്മുടെ കാലഘട്ടം. അതൊക്കെ തന്നെ ആയിരിക്കും ഇന്നത്തെ കുട്ടികളെ കല്യാണം എന്നുള്ള സംഗതിയിൽ നിന്നും ബാക്കോട്ട് അടിക്കാനുള്ള ഒരു കാരണമെന്ന് തോന്നുന്നു. എന്തായാലും ശ്രദ്ധിക്കുക, പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ചെറിയ കുട്ടികളെ നിങ്ങളും കല്യാണം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ പാരൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള, ഇവിടെ വരുമ്പോൾ നിങ്ങൾ ടീൻസാണ് 17. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാട്സപ്പ് നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റായിട്ടുള്ള പഞ്ചാബിൽ നിന്നുള്ള രാഗി സിംഗ് എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റ്, വെരി ഫേമസ് ഗൈനക്കോളജിസ്റ്റാണ്. അത് ഇപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഇത് വായിച്ചിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ബെഞ്ച്മേറ്റായിരുന്നു ആ പെൺകുട്ടി. MBBSന് ഒരു ക്യാൻസറിൻ്റെ ഒരു ഇത് വന്നതിന് ശേഷം മരിച്ചു. എൻ്റെ അതേ ഏജായിരിക്കും, ഏകദേശം 58, 59, 60 അവരും നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതം. വളരെ കുറച്ച് സമയമുള്ളൂ. അതിൽ നല്ലത് ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ആ നല്ലതിൻ്റെ പ്രതിഫലം കിട്ടും. ആരെ നിങ്ങൾ ഉപദ്രവിച്ചാലും അത് നിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ വേട്ടയാടും എന്നുള്ളത് 100% ഷുവറാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ വിത്ത് ഗോൾഡൻ ലെറ്റേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര അഹങ്കാരത്തോടെ കാണുന്ന ആളുകളാണ്. സത്യത്തിൽ ഈ കുട്ടികളെ ദൈവം തന്നൊരു വരദാനമാണ്. ഈ കുട്ടികളെ ദൈവം തന്ന വരദാനം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തേക്ക് ആ കുട്ടിയെ വളർത്താൻ തന്നു ഒരു ഷോർട്ട് പീരീഡിൽ. ആ കുട്ടി കുറച്ച് കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകാം, നേരത്തെ മരിക്കാം, പ്രൊഫഷണലായിട്ട് മരിക്കാം, പ്രൊഫഷണലായിട്ട് ജോലിയോടുകൂടി മരിക്കാം, അതിൻ്റെ മുന്നേ നിങ്ങൾ മരിക്കാം. ആ കുട്ടി നിങ്ങളെ നോക്കാതിരിക്കാം. കാരണം ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അത്രയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കുട്ടികളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചെറിയ ദാനമാണ്, വരദാനം. അത് അമാനത്താണ്. കുറച്ച് കാലത്തേക്ക് നിങ്ങൾ തരാൻ വേണ്ടി അതിൻ്റെ പേരിൽ അഹങ്കരിക്കുക, എൻ്റെ മകൻ ഇതാണ്, എൻ്റെ മകൻ അതാന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന പാരൻസിൻ്റെയും അവർക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന പാരൻസിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നടക്കുമ്പോൾ ഞാനൊക്കെ വഴിവിട്ട് അതിൽ നിന്നൊക്കെ മാറി നടക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ മകളുടെയോ മകൻ്റെയോ ഒന്നും മാർക്ക് ചോദിക്കാത്ത ആളാണ്. അവരൊക്കെ കുറച്ച് കാലത്തേക്കുള്ള ഒരു അമാനത്ത് നമ്മളെ അതിൽ വന്നു. ഇതന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ, ഒരു മെൻ്റലി ഇതായിട്ടുള്ള ഒരു കുട്ടീനെ നമ്മളെടുത്ത് ഏൽപ്പിക്കുകയാണ്. അതും നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടതും തടിച്ച കുട്ടിയാണെങ്കിലും കറുത്ത കുട്ടിയാണെങ്കിലും വെളുത്ത കുട്ടിയാണെങ്കിലും അബ്നോർമലായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹൈറ്റ് കുറഞ്ഞവരെയും ഹൈറ്റ് കൂടിയവരും ഭംഗിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ. അവർക്ക് നമ്മളുടെ കടമയാണ്. അത് ചെറിയ ഒരു അമാനത്തായിട്ട് നമുക്ക് തന്നെ. നമ്മൾ പലരും ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി ഇതാണ്, എൻ്റെ കുട്ടി അങ്ങനെയാണ്, ഇവളെ കുട്ടി ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ അസൂയയും മറ്റൊക്കെ പൂണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ഒരിക്കലും ഇതല്ല. ആ കുട്ടികളെ അടുക്കും ചിട്ടയോടുകൂടി വളർത്താൻ ശ്രമിക്കുക. അവർക്ക് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെറുപ്രായത്തിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്നതാണ് അവർക്ക് കോപ്പി ചെയ്യുക. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ വരുന്ന ടീൻസ്, ഇവിടെ വരുന്ന പ്രായം 17, 18, 19, 20 ആണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഈ ഏജിൻ്റെ ഒരു പ്രത്യേകത. ഈ 17, 18, 19, 20 പിടിച്ചു നിർത്താൻ തന്നെ അത്ര എളുപ്പമല്ല. MH സ്കൂളിലെ കുട്ടികളൊക്കെ ഒരു പരിധിവരെ സിദ്ദീഖിന് കുറച്ചിടെ പറ്റുകയും അതേസമയത്ത് സെമിറാൻ്റെ അവിടെ ഡെൻ്റൽ കോളേജിലെ കുട്ടികളൊക്കെ സെമിറാക്ക് പിടിച്ചു നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നും പ്രശ്നങ്ങളുമായിട്ട് പ്രിൻസിപ്പൽ അൻവർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അൻവറിന് പറയാറ്, അൻവറെ ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട, ഓവർ കെയർ കൊടുക്കണ്ട, ഫ്രീ ആക്കി വിടും, അവർ നന്നായി വരും, അവർ ഒബ്സേർവ് ചെയ്താൽ മതി. കാരണം ഫാദേഴ്സ് ചെയ്യാത്ത, മദർ ചെയ്യാത്ത, പാരൻസ് ചെയ്യാത്ത കാര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ പല സമയത്തും രണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ മിനി മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. മിനി മാഡം എന്നും തന്നെ ഏത് സമയത്തും കുട്ടികളായിട്ട് ഫൈറ്റാണ്. ടീച്ചർ കാരണം ഒരു ലേഡി ആയതുകൊണ്ടാണെന്ന് എപ്പോഴും അവരെ പിടിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചർ ഒന്ന് റിലീസ് ചെയ്തേക്ക്, ചെറിയ കുരുത്തക്കടൊക്കെ കാണിച്ചോട്ടെ, അവർ ഒബ്സർവ് ചെയ്ത് അവർക്ക് അഡ്വൈസ് കൊടുക്കൂ, കൗൺസിലിംഗ് കൊടുക്കൂ എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അറിയാം, മിനി മാഡത്തിൻ്റെ ഫോൺ പിടിച്ചു വലിയും ഒക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ചെറിയൊരു ട്രെയിനിങ് ആണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ നിങ്ങളെ പ്രൊഫഷനെയും ഫാമിലിയെയും അതേപോലെ തന്നെ നിങ്ങളെ സ്കില്ലൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഹൈറ്റുകളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാനും സമൂഹത്തെ സേവിക്കാനൊക്കെ നിങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമെന്ന് ഒരു വാക്ക് മാത്രം പറയുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഡിയർ ഫ്രണ്ട്സ് ആൻഡ് കൺഗ്രാറ്റുലേഷൻ ടു ഈച്ച് വൺ ഓഫ് യു. The future is yours. Go and make difference.
നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.